പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോയിൽ നമ്മളെയാണല്ലോ മച്ചമ്പി കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനൊക്കെയും സമ്മാനം നേടിയൊരു ഉണ്ടക്കണ്ണിയോട് ആരാധനയായിരുന്നു. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല CM അമ്മ വന്നാൽ മതി. ഞാൻ തന്നെ ഓർമ്മയുണ്ടാവില്ല ഞാൻ എന്തൊക്കെ കഥകളാ പറയുന്നതെന്ന്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ഞാനൊരു വലിയ സംഭവം അല്ലേ? ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി എടുത്ത് നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയണമായി കണ്ടു. ഞാനിന് വേണ്ടി ജയിലിലേക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ? ഈ ദുർവാസ കൃഷ്ണൻകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ധ്യാൻ ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റൂല. 4 വാടം വള്ളി പിടിച്ച് വെച്ചിരിക്കണ ഒരുത്തൻ என் நண்பனுக்கு பைத்தியம், அதனால எனக்கு ஒண்ணுமே பண்ண முடியாது, நீங்க மன்னிச்சிடுங்க. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ.